എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകാതെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ. സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തി നിറക്കുന്നത് തടയണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞു. വഖഫ് ബോർഡ് സാരഥികൾക്ക് നിലമ്പൂർ അമൽ കോളേജിൽ നൽകിയ സ്വീകരണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ഭൂമി സംരക്ഷിക്കലാണ് ബോർഡിന്റെ ചുമതല. അതിനെതിരെ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ നടക്കുമ്പോൾ നിയമപരമായ തടസ്സം നിലനിൽക്കുന്നതിനാലാണ് വഖഫ് സംരക്ഷിക്കുമെന്ന് ബോർഡ് നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ സാമൂഹിക ഘടന തകർക്കാൻ വിഷം കുത്തി നിറക്കുന്നത് തടയുകയും വേണം. സാമൂഹിക അന്തരീക്ഷം കലുഷിതമാകാതെയും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കാതെയും വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് വഖഫ് ബോർഡ് നിർവഹിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. ചൂണ്ടിക്കാണിച്ചാൽ പോലും വഖഫ് ഭൂമിയാക്കുമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. വഖഫ് ചെയ്യപ്പെട്ട വസ്തു മാത്രമാണ് വഖഫ് ബോർഡ് സംരക്ഷിക്കുന്നതെന്നും മറ്റൊന്നും ബോർഡിന് യാതൊരു ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ആർട്ടിക്കിൾ 26 പ്രകാരം എല്ലാ മതസ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ ബോർഡുകൾ നിലവിലുണ്ട്. ദേവസ്വം ബോർഡുണ്ട്. ഒക്കെ ഇപ്പോൾ പുതിയ ഒരു ചർച്ച വരുന്നത് മദ്രാസ് ഹൈക്കോടതി ക്രിസ്ത്യൻ ചർച്ചിന്റെ കീഴിലുള്ള വസ്തുക്കളൊക്കെ തന്നെ നഷ്ടപ്പെടുന്നത് സംരക്ഷിക്കുന്നതിന് വേണ്ടി വഖഫിന് തത്തുല്യമായ ഒരു ബോർഡ് രൂപീകരിക്കാൻ കഴിയില്ലേ എന്ന് മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ റീസെന്റ് ജഡ്ജ്മെന്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് അർപ്പിക്കപ്പെടുന്ന വസ്തുക്കളെ അതൊരു അനാഥമായ വസ്തുവല്ല, സംരക്ഷിക്കാൻ ഇവിടെ ഒരു സംവിധാനമുണ്ട് എന്ന് ചൂണ്ടി കാണിക്കുന്ന രൂപത്തിൽ നിയമം വേണമെന്നർത്ഥം. അത് സംരക്ഷിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടത്തുന്ന നിയമപരമായ ഞങ്ങളുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുമ്പോൾ അതിനെതിരെ വലിയ സമ്മർദ്ദത്തിന്റെ വെല്ലുവിളികളുടെ ഭാഗമായി വലിയ സമരങ്ങളും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപക്ഷെ നിയമപരമായ മുന്നോട്ട് പോകുന്ന തടസ്സം ഞങ്ങൾക്ക് വരുമെന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ വഖഫ് സ്വത്ത് സംരക്ഷിക്കുമെന്ന് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ വാക്ക് പറഞ്ഞതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രമുഖരൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിന്റെ തനതായ ശാസ്ത്രീയമായ ഈ സാമൂഹ്യ ഘടന അതൊരുപാട് കാലം കൊണ്ട് നേടിയെടുത്തത്. അന്ന് നശിപ്പിക്കാത്ത രൂപത്തിൽ, അത് കലുഷിതമാക്കാത്ത രൂപത്തിൽ ആരെല്ലാമാണ് അതിനകത്ത് വിഷം കുത്തി നിറക്കുന്നത് അതിനെതിരെയുള്ള നിലപാട് ഒപ്പെടുക്കുകയും വേണം. അപ്പം ഒരേ സമയത്തിന് സാമുദായിക സന്തുലിതാവസ്ഥ നിലനിൽക്കും വേണം. വസ്തു നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഭയങ്കര ഭാരിച്ച ഒരു ചുമതലയാണ് ഞങ്ങൾക്ക്. രണ്ടും നോക്കണം. സർക്കാരിന്റെ വ്യൂ നോക്കണം, ബോർഡിന്റെ സാമുദായിക വ്യൂ നോക്കണം. രണ്ടിനും കൂടി ബാലൻസ് ചെയ്യുന്ന വലിയ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതൊന്നും ശരിയല്ല. വഖഫായി രജിസ്റ്റർ ചെയ്യുന്ന വസ്തുക്കൾ മാത്രമാണ് നമ്മൾ സംരക്ഷിക്കുന്നത് എന്നല്ലാതെ മറ്റൊരു വസ്തുവിന്റെ പിന്നാലെയും പോയി ഇത് ഞങ്ങളുടേതാണെന്ന് പ്രഖ്യാപിക്കുന്ന രീതി നമുക്കില്ല. ഒരുപക്ഷെ ഈ 404 ഏക്കർ ഭൂമി 1950 കാലഘട്ടങ്ങളിൽ കോളേജിന് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് വഖഫ് ചെയ്തത്. ആ 404 ഏക്കർ ഭൂമി ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന രൂപത്തിൽ ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഏറ്റവും വലിയൊരു സ്ഥാപനമോ വരുമായിരുന്നു. അന്ന് ഏകദേശം 74 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്ന രൂപത്തിൽ ഒരു പദ്ധതി പ്ലാൻ ചെയ്തെങ്കിൽ അത് പൂർണ്ണതോതിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാനാണ് 1950 മുനമ്പത്ത് 404 ഏക്കർ ഭൂമി വഖഫ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. വഖഫ് ചെയ്യുന്നതിനെ പറ്റി ധാരാളം ആൾക്കാർ ഇപ്പോൾ ആ കൺഫ്യൂഷനിൽ കിടക്കുകയാണ്. എന്താണ് ഈ വഖഫ്? എന്താ? ഇന്ന് രാവിലെ നമ്മളൊരു മെമ്പർ പറഞ്ഞു, പരശുരാമൻ മഴ ഒരുങ്ങിയിട്ടാണ് കേരളം ഉണ്ടായത് അല്ലേ? അപ്പോൾ വഖഫ് ബോർഡ് ചൂണ്ടിയാൽ അത്
വഖഫ് ഭൂമിയാവും എന്നുവരെ പ്രചരിപ്പിക്കുന്ന ഈ സമയത്ത്, വളരെ മോശമായ പ്രചരണം നടക്കുന്ന സമയത്ത്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് താമസിച്ച ആൾക്കാർ പല രൂപത്തിൽ, മുനമ്പത്ത് മാത്രമല്ല, നിലമ്പൂർ എന്ന് പറഞ്ഞാൽ വെറും മുനമ്പം തന്നെയാണ്. നിലമ്പൂര് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞത് നിലമ്പൂർ കോവിലുണ്ട് എന്ന മാതിരി ഇവിടെ ആരൊക്കെ ഒന്ന് വേലിയെട്ടിയിരുന്നോ അവരുടെ കായ് പിന്നീട് ഈ പട്ടയം കൊടുത്തു. അതുപോലെ തന്നെ സംഭവിച്ചത് ആരുടെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ആരുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിലും വഖഫ് ചെയ്ത് കൊടുത്ത ആൾക്കാരും കുഴപ്പമില്ല. അയാളെ 400 ഏക്കർ സ്ഥലം കൊടുക്കുകയാണ്. അത് കിട്ടിയ ആൾക്കാർ വേണ്ടത്ര കൈകാര്യം ചെയ്തു. അല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ 10-73 കൊല്ലമായി. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിങ്ങൾക്കറിയാം, സുപ്രീം കോടതി വിധിച്ചാലും ഇവിടെ ഏതെങ്കിലും കർഷകർ ഒഴിവാക്കാൻ പറ്റുമോ? ഗവൺമെൻറ്റും പട്ടാളവും ഒക്കെ പോയി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഇത്തരം മാനുഷിക പ്രശ്നമാണ്. അത് ആ മാനുഷിക പ്രശ്നമായി തീരുമാനിക്കണമെന്ന് തന്നെയാണ് കേരള വഖഫ് ബോർഡ് മെമ്പേഴ്സും കമ്മിറ്റിയും ഗവൺമെൻറ്റും പാർട്ടികളൊക്കെ. ചുരുക്കം ചില ആൾക്കാർ അങ്ങനെ എല്ലാ നിയമത്തിൻ്റെ വകുപ്പ് ബാബരി മസ്ജിദെ പോലെ കുറേ കൊല്ലങ്ങളോളം ഇത് കൊണ്ടു നടക്കണം. അതല്ല, ഇതൊരു വർഗീയ വിഷമാക്കി നിർത്തുക, അതുകൊണ്ട് മുതലെടുക്കുന്ന ആൾക്കാരുടെ കണക്കിട്ട് അതേമാതിരി വിധി വരണോ? സംഗതിയൊക്കെ ബാബരി മസ്ജിദ് തന്നെയാണ്. പക്ഷേ തൽക്കാലം ഒന്നും പോയിക്കോളി, തൽക്കാലം വേറെ സ്ഥലത്ത് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ചുറ്റുപാട് വന്നു. അപ്പൊ അതൊന്നും ചുറ്റുപാട് അങ്ങനെയായിരുന്നു. പി കെ ബഷീർ MLA അധ്യക്ഷത വഹിച്ചു. പി ഉബൈദുള്ള MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, വഖഫ് ബോർഡ് മെമ്പർമാരായ MC മായിൻ ഹാജി, അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, പ്രൊഫസർ KM അബ്ദുൽ റഹീം, റസിയ ഇബ്രാഹിം, അഡ്വക്കേറ്റ് M ഷറഫുദ്ദീൻ, VM രഹന, CEO VS സാക്കിർ ഹുസൈൻ, അമൽ കോളേജ് മാനേജർ PV അലി മുബാറക്, പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, ജനറൽ സെക്രട്ടറി PM ഉസ്മാൻ അലി, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ P റന തുടങ്ങിയവർ സംസാരിച്ചു. A+ വിഷൻ, നിലമ്പൂർ. Super absorbent. Poppy's diapers.